പാശം പിടിച്ച പെണ്ണ് കാരണം ഋതു എന്നോട് പിണങ്ങി. ഋതുവല്ല, ആരാണെങ്കിലും പിണങ്ങും. കുഴപ്പം എൻ്റെ ഭാഗത്തുണ്ട്. അവളുടെ തലവട്ട ഇവിടെ കണ്ടപ്പോൾ തന്നെ സത്യം ഋതുവിനോട് പറയേണ്ടതായിരുന്നു. ഋതു, ഋതു, നേരെ ഒരുപാടായോ രാജു? ഇല്ല, നീ വേഗം കുളിച്ച് റെഡിയാവ്. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണ്ടേ? അല്ല രാജു, എന്നെ രക്ഷിക്കാനുള്ള പ്ലാന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. പിന്നെ ആ കാര്യത്തിന് മാത്രം ഋതു പേടിക്കണ്ട. അതെല്ലാം ഞാൻ ഏറ്റു. പിന്നെ അമ്മയാവാനുള്ള മോഹം മനസ്സിലുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തകർന്നു പോയപ്പോഴുള്ള സങ്കടമല്ലേ? എനിക്കത് മനസ്സിലാവും. അതൊന്നും സാരമില്ല, നീ വിഷമിക്കാതെ. ദേ, എന്തായാലും നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലേ? ഒരു ദിവസം കൂടി നമുക്ക് തന്നതിന് ദൈവത്തോട് നന്ദി പറയാം. ദേ, ഇന്നൊരു നല്ല ദിവസമാക്കി തരണേന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് വേഗം പോയി റെഡിയാവ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. ചെല്ല്. ചേട്ടാ, ഈ യാമിനി ഇതങ്ങോട്ട് പോയി. ആ യാമിനി, ഒന്നീ വന്നേ. ആ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ അകത്തേക്ക് ഇരിക്കേ. ആ ശരി. ഇതെന്താ ശേഖരേട്ടാ വഴി പോകുന്ന മീൻകാരിയെ വിളിക്കുന്ന പോലെ? ഞാൻ എന്റെ ഭാര്യയല്ലേ വിളിച്ചേ. ചേട്ടാ, ഇങ്ങനെ വിളിച്ചാൽ എന്താ? അല്ല, ഈ വഴി നീള മീൻ വിൽപ്പനക്കാരൊക്കെ ഉണ്ടോ? അതൊക്കെ അന്യം നിന്ന് പോയില്ലേ? നാട്ടുംപുറങ്ങളിലേക്ക് എപ്പോഴും ഉണ്ട്, മീൻ ചന്തകളും ഉണ്ട്. ആ, എന്റെ ചേച്ചിയും മകനോട് ഇങ്ങോട്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞാ പിന്നെ ഇതൊരു മീൻ ചന്ത തന്നെയാ. അത് രണ്ടേ മാരക വിഷജന്തുക്കളാ. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ചീറ്റിയാ മതി, നമ്മൾ ചത്തുപോകും. അവളൊരു പാവാണല്ലേ. അവന്റെ വാമഭാഗം എന്തോന്ന്, ചന്ദനയോ? ചന്ദനവും കർപ്പൂരൊന്നും അല്ല, നന്ദന. ആ, എന്ത് കുന്തെങ്കിലും ആവട്ടെ. അവനവളെ വിളിക്കുന്നതേ നന്ദൂന്നാ. അതൊരു പശുവിന്റെ പേരല്ലേ? പശുവിനെ പോലെ പാവായിട്ട് നടക്കുന്നതാ. ചിലപ്പോ സ്വഭാവം കാട്ടുപോത്തിന്റെ ആയിരിക്കും. ആ ബഗൻ അനന്തംപിള്ളയുടെ മോളല്ലേ, രാജവെമ്പാലയുടെ കുഞ്ഞ്. മഞ്ഞച്ചേരയോ നീർക്കോലിയോ ഒന്നും ആവില്ലല്ലോ. അതെ അതെ.